എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 1-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള സർക്കാർ നിർമ്മിച്ചു നൽകുന്ന 178 വീടുകളുടെ താക്കോൽ ദാന ടൗൺഷിപ്പ് ഉദ്ഘാടനം നാളെയാണ് നടക്കുന്നത്. 25-ന് വിതരണം ചെയ്യും എന്ന് പറഞ്ഞത് മാർച്ച് 1-ലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് ഫെബ്രുവരി 28-ാം തീയതി ലീഗ് നിർമ്മിച്ച് നൽകുന്ന വീടുകളുടെ വിതരണം നടന്നു. ലോകം ഇപ്പോൾ ഒരു യുദ്ധഭീതിയിലാണ്. കേരളത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു യുദ്ധമാണ് ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാൻ, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ യുദ്ധം ആരംഭിച്ച സ്ഥിതിക്ക് പ്രവാസികളെയും ഇത് ബാധിക്കുന്നതാണ്. ഇറാൻ, ഇസ്രായേൽ ഉൾപ്പെടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷത്തെ കണക്കിലെടുത്ത് അവിടുത്തെ കേരളീയരുടെ സുരക്ഷ മുൻനിർത്തി നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സഹായം ആവശ്യമുള്ള പ്രവാസികൾക്ക് നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെന്ററിന്റെ താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 91 88 02 01 23 45 എന്ന അന്താരാഷ്ട്ര മിസ് കോൾ സൗകര്യം ഉൾപ്പെടെ ഇതിൽ ലഭ്യമാണ്. നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ 1800 42 53 939 എന്ന നമ്പറിൽ ഇന്ത്യയിൽ നിന്നും വിളിക്കാവുന്ന ഒരു ടോൾ ഫ്രീ നമ്പറാണിത്. അതാത് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസിയുടെയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും നിർദ്ദേശങ്ങൾ അടിയന്തരമായി പാലിക്കാൻ എല്ലാ ഇന്ത്യൻ പൗരന്മാരും ശ്രദ്ധിക്കണം. പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വലിയ വർധനവാണ് ഉണ്ടായത്. ഗ്രാമിന് 653 രൂപ വർദ്ധിച്ച് 15,463 രൂപയും പവന് 5,224 രൂപ വർദ്ധിച്ച് 1,23,704 രൂപയുമായി. 2026 ഫെബ്രുവരി മാസം അവസാനിച്ച് മാർച്ച് മാസം തുടങ്ങുമ്പോൾ സംസ്ഥാനത്തുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത്. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക്, റേഷൻ, ഗ്യാസ്, ഭൂമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മറ്റ് അറിയിപ്പുകളെല്ലാം ഉണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, ഈ മാസം കൂടുതൽ ബാങ്ക് അവധികളുള്ള മാസമാണ്. 5 ഞായറാഴ്ചയാണ് ഈ മാസം വരുന്നത്. 4-ാം ശനിയാഴ്ചയും 2-ാം ശനിയാഴ്ചയും അവധിയുണ്ട്. ഇതിങ്ങനെ തന്നെ 7 അവധികൾ വരുന്നുണ്ട്. പിന്നെ ഈദുൽ ഫിത്തർ അവധി. പിന്നെ പ്രാദേശികമായിട്ട് നിരവധി ഉത്സവങ്ങൾ നടക്കുകയാണ്. ആ ഉത്സവങ്ങൾക്കെല്ലാം പ്രാദേശികമായിട്ടുള്ള അവധികൾ ഉണ്ടാകും. ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ട് തന്നെ 3-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ മുഴുവനായിട്ടും അവധിയാണ്. അങ്ങനെ ഓരോ പ്രദേശത്തും അവധികൾ ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാം പ്രാദേശികമായിട്ടുള്ള അവധി ആ സമയങ്ങളിൽ അറിയിക്കുന്നതാണ്. മാർച്ച് മാസത്തെ ഗ്യാസ് വില നാളെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രഖ്യാപിക്കും. എല്ലാ മാസവും ആദ്യ ദിവസമാണ് പാചകവാതക വില പുതുക്കി നിശ്ചയിക്കാറുള്ളത്. വാണിജ്യ സിലിണ്ടർ വിലയിൽ മാറ്റം ഉണ്ടാകും എങ്കിലും ഗാർഹിക സിലിണ്ടർ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം മാർച്ച് 3-ാം തീയതി മുതൽ ആരംഭിക്കും. തിരുവനന്തപുരത്ത് മാത്രം 4-ാം തീയതി മുതൽ ആരംഭിക്കും. വൈദ്യുതി ബില്ലിൽ മാർച്ച് മാസത്തിൽ സർചാർജ് കുറയുമെന്ന് KCB അറിയിച്ചിട്ടുണ്ട്. ആധാർ കാർഡ് 5 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെയും 15 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെയും ആധാർ കാർഡ് ബയോമെട്രിക് ചേർക്കാനുള്ള സമയം പറഞ്ഞിട്ടുള്ളത് മാർച്ച് 31 അതിനു മുമ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുട്ടികളുടെ സ്കോളർഷിപ്പ്, പ്രവേശന പരീക്ഷകൾ ഉൾപ്പെടെയുള്ളവ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിരവധി അപേക്ഷകൾക്കും ഇത് പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ബയോമെട്രിക് ചേർക്കാത്ത കുട്ടികളുടെ ആധാർ കാർഡിൽ ബയോമെട്രിക് ചേർക്കുക. മാർച്ച് മാസത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PM കിസാൻ സമ്മാൻ നിധിയുടെ 22-ാമത്തെ ഗഡുവിന്റെ വിതരണം മാർച്ച് മാസത്തിൽ നടക്കും. കൂടുതൽ സാധ്യത കേരളത്തിൽ വെച്ച് വിതരണം ചെയ്യാനാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. മാർച്ച് 11-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നുണ്ട്. അന്ന് വിതരണം ചെയ്തിട്ടില്ല എങ്കിലും ഈ മാസം അതിന്റെ വിതരണം ഉണ്ടാകും. 9 കോടി കർഷകർക്ക് 2,000 രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകും. അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2,000 രൂപ മാർച്ച് മാസത്തേത് നേരത്തെ വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈസ്റ്ററും വിഷുവും ഏപ്രിൽ മാസത്തിൽ വരികയാണ്. ഈ മാസം പെരുന്നാളും നടക്കുകയാണ്. ചിലപ്പോൾ ഒരു മാസത്തേത് അഡ്വാൻസ് ആയി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇലക്ഷൻ ഈ മാസം പ്രഖ്യാപിക്കും. ഏപ്രിൽ മാസത്തിൽ സംസ്ഥാനത്ത് നിയമസഭാ ഇലക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആനുകൂല്യങ്ങളൊന്നും താമസിക്കില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ 2-ാമത്തെ ഗഡുവിന്റെ വിതരണവും ഈ മാർച്ച് മാസത്തിൽ 10-ന് ശേഷം നടക്കുന്നതാണ് എന്നുള്ളതാണ് വിവരം. കൂടുതൽ ആളുകൾക്ക് കഴിഞ്ഞ തവണ 10 ലക്ഷത്തിലധികം ആളുകൾക്ക് ലഭിച്ചപ്പോൾ ഇനി കൂടുതൽ ആളുകൾക്ക് 15 ലക്ഷത്തിലധികം ആളുകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ മാസത്തിൽ ലഭിക്കും എന്നുള്ളതാണ് വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വാട്സപ്പിന് സിം കാർഡ് നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. മാർച്ച് മാസത്തിൽ ഇത് നടപ്പിലാക്കും എന്നുള്ളതാണ് വിവരം. വാട്സപ്പ് മാത്രമല്ല
ടെലിഗ്രാം, സിഗ്നൽ, സ്നാപ്ചാറ്റ്, ഷെയർ ചാറ്റ്, ജിയോ ചാറ്റ് ഉൾപ്പെടെ സിം കാർഡിലേക്ക് OTP മുഖാന്തരം പ്രവർത്തിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും സിം കാർഡ് വെരിഫിക്കേഷൻ ഇടയ്ക്കിടെ നടത്തും. ഇത്തരം ആപ്പുകളിലൂടെയുള്ള തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. ഡിജിറ്റൽ ലാൻഡ് സർവേ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആധാരങ്ങൾക്കും ഡിജിറ്റൽ റവന്യൂ കാർഡ് വിതരണം ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട്. അത് ഈ മാസം ഉണ്ടാകും. നേറ്റിവിറ്റി കാർഡുകളും മാർച്ച് മാസത്തിൽ വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ മാസത്തെ മറ്റു കൂടുതൽ അറിയിപ്പുകൾ വിശദമായി ഓരോ അപ്ഡേറ്റിലും നിങ്ങളെ അറിയിക്കുന്നതാണ്. സംസ്ഥാനത്ത് 2026 ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇന്ന് 28/2/2026 അവസാനിച്ചു. 1/3/2026 ഞായറാഴ്ച, 2/3/2026 തിങ്കളാഴ്ച എന്നീ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും അവധിയായിരിക്കും. ആറ്റുകുൽ പൊങ്കാല പ്രമാണിച്ച് തിരുവനന്തപുരം ജില്ലയിൽ റേഷൻ കടകൾ 3-ാം തീയതിയും അവധിയായിരിക്കും. തിരുവനന്തപുരം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും 2026 മാർച്ച് മാസത്തെ റേഷൻ വിതരണം 3-ാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ്. എല്ലാ വിഭാഗം റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള റേഷൻ വിഹിതങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. നീല, വെള്ള റേഷൻ കാർഡിന് അധിക അരി അനുവദിച്ചിട്ടുണ്ട്. കുറഞ്ഞ തൂക്കത്തിനാണ് എങ്കിലും. അപ്പോൾ ഓരോ റേഷൻ കാർഡിനും വിഹിതങ്ങൾ നോക്കുകയാണ് എങ്കിൽ AAY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായി 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലും മഞ്ഞ റേഷൻ കാർഡിനുണ്ട്. PHS മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിൽ മൊത്തം അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട 1 പാക്കറ്റിന് 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. 4 അതിൽ കുറവോ അംഗങ്ങളാണ് പിങ്ക് റേഷൻ കാർഡിൽ ഉള്ളത് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല, ആട്ട മാത്രമാണ് ലഭിക്കുക. പൊതുവിഭാഗം സബ്സിഡി NPS നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഓരോ അംഗത്തിനും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ റേഷൻ കാർഡിൽ 2 കിലോ വീതം സ്പെഷ്യൽ അരി കൂടി അനുവദിച്ചിട്ടുണ്ട്. കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 2 കിലോ അധിക അരി ലഭിക്കും. അതായത് താലൂക്കിലെ ലഭ്യതയ്ക്കനുസരിച്ച് 1 മുതൽ 4 വരെ ആട്ട 17 രൂപ നിരക്കിലും നീല റേഷൻ കാർഡിനുണ്ട്. വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 1 മുതൽ 4 വരെ ആട്ട 17 രൂപ നിരക്കിലും ലഭിക്കും. NPI ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 1 ആട്ട 17 രൂപ നിരക്കിലും ലഭിക്കും. ഇങ്ങനെയാണ് റേഷൻ കാർഡുള്ള ആളുകൾക്ക്, എല്ലാ റേഷൻ കാർഡുള്ളവർക്കും മാർച്ച് മാസത്തിൽ അനുവദിച്ചിട്ടുള്ള റേഷൻ വിഹിതം. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് ഫെബ്രുവരി മാസത്തെ റേഷൻ അവസാനിച്ചു. ഞായറാഴ്ച നാളെയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും റേഷൻ കട അവധിയാണ്. തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് ചൊവ്വാഴ്ച ദിവസവും 3 ദിവസം തുടർച്ചയായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ അവധിയാണ്. ബാക്കിയുള്ള എല്ലാ ജില്ലയും, തിരുവനന്തപുരം ജില്ല ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ചൊവ്വാഴ്ച മുതൽ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് ബുധനാഴ്ചയും മാർച്ച് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ളത്. എല്ലാ റേഷൻ കാർഡിനും അത്യാവശ്യം സാധനങ്ങളുണ്ട്. 4 കിലോ വരെ ആട്ടയാണ് നീല വെള്ള റേഷൻ കാർഡിനുള്ളത്. 6 കിലോ അരിയും വെള്ള റേഷൻ കാർഡിനുണ്ട്. 10 കിലോ വിഹിതം വെള്ള റേഷൻ കാർഡിന് തന്നെ ഉണ്ട് ഈ മാസം എന്നുള്ളതാണ്. അതേസമയം സപ്ലൈകോയുടെ വിതരണം തിങ്കളാഴ്ച മുതൽ തന്നെ ആരംഭിക്കുന്നതുമാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ